ഇപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു. ഈ 2 ലെയർ ശരിയായി കഴിഞ്ഞാൽ ടോപ്പിന് ശരിയാക്കണം. ടോപ്പ് തിരിച്ച് കോംപ്ലിക്കേറ്റഡ് ആവാൻ ചിലവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വേഗം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 ലെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി ഇവിടെ ഒരു മഞ്ഞയുടെ ഒരു ക്രോസ് ഇങ്ങനെ കൊണ്ടുവരണം. മഞ്ഞയുടെ ഒരു ക്രോസ്, ഒരു പ്ലസ് പോലെ മഞ്ഞ ഇങ്ങനെ കൊണ്ടുവരണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ 2 ലെയറും അടിയിലത്തെ ലെയറും മിഡിൽ ലെയറൊക്കെ റെഡി. ഇനി നമുക്ക് മഞ്ഞയുടെ ഒരു പ്ലസ് ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെ മഞ്ഞ എങ്ങനെയാണ് കിട്ടിയെന്ന് വിചാരിക്കാം. ഇങ്ങനെ ജെ പോലെയാണ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞേനെ ഇങ്ങനെ ലൈനായിട്ട് കൊണ്ടുവരാം. മഞ്ഞനെ ലൈനായിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതേ ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് മഞ്ഞയെ ഇങ്ങനെ പ്ലസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾക്ക് മഞ്ഞ ഇങ്ങനെ ലൈൻ കിട്ടുന്നതിന് വേണ്ടി ഈ ഫോർമുല ഉപയോഗിക്കാം. ഫ്രണ്ട് അപ്പ്, റൈറ്റ് അപ്പ്, ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ് ഡൗൺ, ടോപ്പ് ഇൻവേഴ്സ്, പിന്നെ ഫ്രണ്ട് ഇൻവേഴ്സ്. അപ്പം നമുക്ക് ഇങ്ങനെ ലൈനായിട്ട് കിട്ടി. ഈ ലൈനായിട്ട് കിട്ടി കഴിഞ്ഞാൽ ഇതേ ഫോർമുല തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇങ്ങനെ പ്ലസ് ആയിട്ട് കിട്ടും, കറക്റ്റ് പ്ലസ് കിട്ടും. ഇതേ ഫോർമുല തന്നെ. ഫ്രണ്ട് അപ്പ്, റൈറ്റ് അപ്പ്, ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ് ഡൗൺ, ടോപ്പ് ഇൻവേഴ്സ്, ഫ്രണ്ട് ഇൻവേഴ്സ്. അപ്പം നമ്മൾക്ക് ഇതേമാതിരി യെല്ലോൻ്റെ പ്ലസ് കറക്റ്റായിട്ട് കിട്ടി. പ്ലസ് കറക്റ്റായിട്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും വശങ്ങൾ ശരിയായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതും തമ്മിൽ ചേർന്നിട്ടുണ്ട്, ഇതും ചേർന്നിട്ടുണ്ട്, ഇതും ചേർന്നിട്ടുണ്ട്, ഇതും ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇത് ചേർന്നില്ല എന്ന് വിചാരിക്കുക. ഇതിൽ 2 സൈഡാണ് ചേർന്നിട്ട് കിട്ടിയിട്ടുള്ളൂ. ഈ 2 സൈഡും ചേർന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയും ചിലപ്പോൾ വരാം. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ 2 സൈഡിൽ ഒരു സൈഡിനെ റൈറ്റ് സൈഡിലും ഒരു സൈഡിനെ ഈ ബാക്ക് സൈഡിലും പിടിച്ചിട്ട് നമ്മൾ ഒരു ഫോർമുല ചെയ്യാനുണ്ട്. ആ ഫോർമുലയാണ് ഇത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ 4 സൈഡ് മാച്ച് ചെയ്തിട്ടുള്ളത് പോയിട്ട് നമുക്ക് 2 സൈഡ് കിട്ടും. നമുക്ക് നോക്കാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2 സൈഡ് മാച്ച് ചെയ്ത് കിട്ടുള്ളൂ. അത് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമുക്ക് 4 സൈഡ് മാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എങ്കിൽ കൂടി നമ്മൾ ഈ ഫോർമുല തന്നെയാണ് ചെയ്യുക. 2 സൈഡ് മാച്ച് കിട്ടിയാലും 4 സൈഡ് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ 4 സൈഡ് കിട്ടിയിട്ടുണ്ട്, എന്നാലും നമ്മൾ ഇതന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് 4 സൈഡ് കിട്ടി. കാരണം 2 സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫോർമുല ചെയ്താൽ വീണ്ടും നമുക്ക് 2 സൈഡ് കിട്ടും. ഇപ്പോൾ നോക്കാം. നമുക്ക് റൈറ്റ് അപ്പ്, ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ് ഡൗൺ, ടോപ്പ് വീണ്ടും ലെഫ്റ്റ്, റൈറ്റ് അപ്പ്, ടോപ്പ് 2 പ്രാവശ്യം 1 2, റൈറ്റ് ഡൗൺ, ടോപ്പ് 1 പ്രാവശ്യം കൂടി. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇതിങ്ങനെ ഷഫിൾ ചെയ്യാനുണ്ടായത് എന്തിനു വേണ്ടിയാണെങ്കിൽ നമുക്ക് നോക്കാം ഏതെങ്കിലും 2 സൈഡ് നമുക്ക് ക്ലിയറായി കിട്ടിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി നോക്കാം. നമുക്ക് കിട്ടാം. ഈ ഒരു സൈഡും ഇല്ല. ഇത് 2 സൈഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്ലിയറാണ്, ഇവിടെ ക്ലിയറാണ്. അപ്പോൾ അങ്ങനെ 2 സൈഡ് ക്ലിയർ ആണെങ്കിലും ഈ ഫോർമുല തന്നെ ചെയ്യുക. എന്തിന്? 4 സൈഡും ക്ലിയർ ആക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 4 സൈഡ് മാച്ച് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ 2 സൈഡാണ് കിട്ടുന്നതെങ്കിൽ ഈ കിട്ടിയ ഒരു സൈഡ് റൈറ്റ് സൈഡിലും ഈ സൈഡ് ബാക്ക് സൈഡിലായിട്ട് പിടിക്കുക. ഒരു സൈഡ് റൈറ്റ് സൈഡും മറ്റേത് കിട്ടിയത് ബാക്ക് സൈഡിലായിട്ട് പിടിച്ചിട്ട് സെയിം ഫോർമുല ചെയ്താൽ 4 സൈഡ് നമ്മൾക്ക് മാച്ച് ചെയ്ത് കിട്ടും. ഈ സെയിം ഫോർമുല തന്നെ. റൈറ്റ് അപ്പ്, ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ് ഡൗൺ, ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ് അപ്പ്. ഇനി 2 പ്രാവശ്യം ടോപ്പ് തിരിക്കുക. 1 2. ഇനി റൈറ്റ് ഡൗൺ, ടോപ്പ് 1 പ്രാവശ്യം തിരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിയറായി കിട്ടി, മാച്ച് ചെയ്ത് കിട്ടി, ഇവിടെ മാച്ച് ചെയ്ത് കിട്ടി, ഇവിടെ മാച്ച് ചെയ്ത് കിട്ടി, ഇവിടെ മാച്ച് ചെയ്ത് കിട്ടി. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും കോർണർ ശരിയായിട്ടുണ്ടോ നോക്കാം. ഈ കോർണർ ശരിയായിട്ടുണ്ട്. ഇതാണ് മഞ്ഞ, പച്ച, റെഡ്. ഈ കോർണർ ഏകദേശം ശരിയാണ്.
ഇത് ശരിയല്ല, ഈ കോർണർ ശരിയല്ല, ഈ കോർണറും ശരിയല്ല, ഈ കോർണറും ശരിയല്ല. അപ്പോൾ ഈ ശരിയായിട്ടുള്ള കോർണർ ഇങ്ങനെ വലത് സൈഡിൽ പിടിച്ചിട്ട് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോർണറും ക്ലിയറായി കിട്ടും. ശരിയായിട്ടുള്ള കോർണർ വലത് സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കോർണറും നമ്മൾക്ക് ശരിയായി കിട്ടും. ഇപ്പോൾ ശരിയായിട്ടുള്ള ഈ ഒരൊറ്റ കോർണറാണ്. ഇനിയിപ്പോൾ ശരിയായിട്ടില്ലെങ്കിൽ തന്നെ ഈ ഫോർമുല ഉപയോഗിച്ചാൽ ഒരൊറ്റ കോർണറും ശരിയായിട്ടില്ലെങ്കിൽ കൂടി ഈ ഫോർമുല ഉപയോഗിച്ചാൽ ഏതെങ്കിലും കോർണർ നമുക്ക് ശരിയായി കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്കൊരു കോർണർ ശരിയായി കിട്ടിയിട്ടുണ്ട്. ഒരു കോർണർ ശരിയായി കിട്ടിയാലും ഈ ഫോർമുല ഉപയോഗിച്ചാൽ മറ്റു കോർണറുകളൊക്കെ ശരിയാകും. ഇപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. അപ്പോൾ ശരിയായിട്ടുള്ള കോർണർ വല സൈഡിൽ പിടിച്ചിട്ട് വേണം തുടങ്ങാൻ. അപ്പോൾ ദേ ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ് അപ്പ്, ടോപ്പ് ഇൻവേഴ്സ്, ലെഫ്റ്റ് അപ്പ്, വീണ്ടും ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ് ഇൻവേഴ്സ്, ടോപ്പ് ഇൻവേഴ്സ്, ലെഫ്റ്റ് ഇൻവേഴ്സ്. ഇനി നമുക്ക് നോക്കാം ഏതെങ്കിലും കോർണർ ശരിയായിട്ടുണ്ടോ എന്ന്. ഈ കോർണർ ശരിയായിട്ടുണ്ട്, ഈ കോർണർ ശരിയായിട്ടില്ല, ഈ കോർണർ ശരിയായിട്ടില്ല, ഈ കോർണറും ശരിയായിട്ടില്ല. അപ്പോൾ ഈ ഒരൊറ്റ കോർണർ തന്നെയാണ് ശരിയായിട്ടുള്ളൂ. നമുക്ക് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും മറ്റു കോർണറുകളൊക്കെ ശരിയാവും. അപ്പോൾ ശരിയായിട്ടുള്ള കോർണർ റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് നമ്മൾ ചെയ്യാം. ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ് അപ്പ്, ടോപ്പ് ഇൻവേഴ്സ്, ലെഫ്റ്റ് അപ്പ്, ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ് ഇൻവേഴ്സ്, ടോപ്പ് ഇൻവേഴ്സ്, ലെഫ്റ്റ് ഡൗൺ. ഇങ്ങനെ നോക്കുമ്പോൾ ഈ കോർണർ ക്ലിയറായി, ശരിയായി. ഇതും ശരിയായി, ഇത് ഏകദേശം ശരിയായി, ഇത് ഏകദേശം ശരിയായി. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗങ്ങൾ ശരിയായി. ഇത് ഏകദേശം ശരിയാണ്, കണ്ട, ഓറഞ്ച്, യെല്ലോ, നീല, ഇത് ക്ലിയറായി. ഈ ഭാഗം പച്ച, മഞ്ഞ, റെഡ് ഏകദേശം ശരിയായി. ഇനി നമ്മൾക്കൊരു ചെറിയൊരു ഫോർമുല ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിതിനെ റൂബിക് ക്യൂബ് കംപ്ലീറ്റ് ആവും. അത് ഇത്രയേ ഉള്ളൂ. റൈറ്റ് ഡൗൺ, അടിഭാഗം ലെഫ്റ്റ്, റൈറ്റ് അപ്പ്, അടിഭാഗം റൈറ്റ്. ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗം ക്ലിയർ ആവും. ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, അത് ക്ലിയറായി. അപ്പോൾ ഈ 4 ഇങ്ങനെ ചെയ്തതിന് ശേഷം ക്ലിയറായി കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആവാത്ത ഭാഗത്തിനെ കൊണ്ട് കൊണ്ടുവരണം. തിരിച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതേ ഫോർമുല റിപ്പീറ്റ് ചെയ്യുക. ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭാഗം ക്ലിയർ ആവും. നോക്കിക്കോ, ലെഫ്റ്റ് ഡൗൺ, ലെഫ്റ്റ് അപ്പ്, റൈറ്റ് ഡൗൺ, ലെഫ്റ്റ് അപ്പ്. യെസ്, ക്ലിയറായി. നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ക്ലിയർ ആയി. എല്ലാ കളറുകളും റെഡിയായി. ഇത് ഇനി അങ്ങോട്ട് മാറ്റിയാൽ മതി. ഇതേ നമ്മളുടെ ക്യൂബ് സൊല്യൂഷൻ വളരെ സക്സസ്ഫുള്ളായി. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ടോപ്പ് ലെയർ മാത്രമേ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ഉള്ളൂ. അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. താങ്ക് യു.